ഹായ് ഓൾ. MSc മാത്തമാറ്റിക്സ് സെമസ്റ്റർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ലീനിയർ ഓൾജിബ്ര. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഓൾജിബ്രയാണ്. BSc മാത്സിൽ ഒക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേപ്പറാണ് ലീനിയർ ഓൾജിബ്ര എന്നുള്ളത്. സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. വാട്ട് ഈസ് ലീനിയർ ഓൾജിബ്ര? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് നമുക്കറിയാം. ഇതിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് നടത്തുന്നത്? ആക്ച്വലി ലീനിയർ ഓൾജിബ്രയെ പറ്റി സ്റ്റഡി ചെയ്യണമെങ്കിൽ വി നീഡ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ഈ സെറ്റ് ഓഫ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ഈ രണ്ട് കാര്യങ്ങളാണ് ലീനിയർ ഓൾജിബ്രയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സും ആ സെറ്റ് ഓഫ് എലമെൻറ്റ്സിൽ നടക്കുന്ന ലീനിയർ കോമ്പിനേഷൻസും ഇതാണ് ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ ഓൾജിബ്രയിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിത്ത് ദ ടോപ്പിക് വെക്റ്റർ സ്പേസസ്, ഓർ ഇൻ അതർ വേർഡ്സ് വെക്റ്റർ സ്പേസസിനെ നമ്മൾ ലീനിയർ സ്പേസസ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 വെക്റ്റർ സ്പേസ് അല്ലെങ്കിൽ ലീനിയർ സ്പേസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട് മൊഡ്യൂൾ 1. അതിൽ ഫസ്റ്റ് സെക്ഷനാണ് വെക്റ്റർ സ്പേസ്. സോ നമ്മൾ വെക്റ്റർ സ്പേസ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഡെഫിനിഷനാണ് നോക്കുന്നത്. വാട്ട് ഈസ് എ വെക്റ്റർ സ്പേസ്? എന്താണ് വെക്റ്റർ സ്പേസ് എന്നുള്ളത് ഈ ഒരു ടേമിൽ തന്നെയുണ്ട്. ഇതൊരു സ്പേസ് ആണ്. സ്പേസ് എന്ന് പറയുമ്പം എന്താണ്, കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ടാകും ആ സ്പേസിൽ. ഇനി വെക്റ്റർ സ്പേസിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണുള്ളത് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. സോ വാട്ട് ഈസ് എ വെക്റ്റർ സ്പേസ് എന്ന് ചോദിച്ചാൽ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞു ഇതൊരു സ്പേസ് ആണ്. ആ സ്പേസ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ അതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ട കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരാണ് ഫീൽഡ് എഫ് കോൾഡ് സ്കെയിലാസ്. ഈ ഫീൽഡ് എഫ് എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാസ്. ഇനി അടുത്തത് വേണ്ടതാണ്, നമുക്കൊരു സെറ്റ് വേണം. ആൻഡ് ആ സെറ്റിനെ നമ്മൾ വി എന്നാണ് വിളിക്കുന്നത്. ആൻഡ് സെറ്റ് വി ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് വെക്റ്റേഴ്സ്. അപ്പോൾ ഒരു ഫീൽഡ് വേണം, അതിൽ സ്കെയിലാസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് അതിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സെറ്റ്, അതിൽ കുറച്ച് വെക്റ്റേഴ്സ് ഉണ്ടാകും, അതിനെ വി എന്ന് വിളിക്കുന്നു. ആൻഡ് ഇവരെല്ലാം കമ്പൈൻ ചെയ്തിട്ട് കുറച്ച് റൂൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ഇതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. കുറച്ച് റൂൾ ഓർ ഓപ്പറേഷൻസ് ഉണ്ടാകും. അതിനെ നമ്മൾ ജനറലി രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് വെക്റ്റർ അഡീഷൻ, നമ്മളുടെ ഈ സ്പേസിൽ വെക്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ വെക്റ്റേഴ്സിൻ്റെ അഡീഷൻ. ഇനി അതേപോലെ ഈ സ്പേസിലുള്ള വേറെ ആൾക്കാരാണ് സ്കെയിലാർ. അതുകൊണ്ട് തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ വരുന്ന കുറച്ച് റൂൾസ് ആൻഡ് ഓപ്പറേഷൻസും അതിൽ ഉണ്ടാക്കും. ഇതാണ് ഒരു വെക്റ്റർ സ്പേസിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ റൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ആണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഡെഫിനിഷൻ ഓഫ് വെക്റ്റർ സ്പേസസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. സോ നമ്മൾ രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻസ് പറഞ്ഞു. അതിൽ വെക്റ്റർ അഡീഷനിൽ വരുന്ന കുറച്ച് റൂൾസാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് ഗാമ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആൽഫ, ബീറ്റ, ഗാമ, 0, നെഗറ്റീവ് ആൽഫ എന്ന് പറഞ്ഞ് കുറേ പേര് ഇവിടെ നമുക്ക് കാണാം അല്ലേ. ഇവരെല്ലാവരും വെക്റ്റേഴ്സാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ വെക്റ്റർ അഡീഷനെ പറ്റിയാണല്ലോ പറയുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവരും വെക്റ്റേഴ്സാണ്, അല്ലെങ്കിൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളവരാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ആൽഫ, ബീറ്റ, ഗാമ, 0, നെഗറ്റീവ് ആൽഫ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാവരും വെക്റ്റേഴ്സ് എന്ന് പറയുന്ന വി എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷൻ നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് ഗാമ. അതായത് വെക്റ്റർ അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ഈ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അടുത്തത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആണല്ലോ എന്ന് നമുക്ക് തോന്നും, ബട്ട് ഡിഫറൻസ് ഉണ്ട് അല്ലേ. രണ്ട് സ്ഥലത്തും ഡിഫറൻസ് ഉണ്ട്. LHS നോക്കിക്കഴിഞ്ഞാൽ ബീറ്റ പ്ലസ് ഗാമ ആണ് ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൽഫയിനോട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി RHS നോക്കിക്കഴിഞ്ഞാലോ ആൽഫ പ്ലസ് ബീറ്റ ആദ്യം ചെയ്ത് അതിനുശേഷം ഗാമയിനോട് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ രണ്ടും LHS is equal to RHS സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് ഈസ് കോൾഡ് അസോസിയേറ്റീവ്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇത് വെക്റ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തത് ആൽഫ പ്ലസ് 0 ഈസ് ഈക്വൽ ടു ആൽഫ. നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്നതാണ്, അഡീഷനിൽ നമ്മൾ 0 ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു ആളെ തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. ഇത് വെക്റ്റേഴ്സിൻ്റെ കേസിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ 0 എന്ന് പറയുന്നതും എന്താണ്, ഒരു വെക്റ്ററാണ്. വി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആൻഡ് 0യ്ക്ക് നമ്മൾ 0 വെക്റ്റർ എന്ന് എടുത്ത്
ഒരു പേരും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സീറോ ഈസ് കോൾഡ് സീറോ വെക്റ്റർ. ആൻഡ് ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഫോർ ഓൾ ആൽഫ എലമെൻറ്റ് ഓഫ് വി, ആൽഫ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ വെക്റ്ററിൽ നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വെക്റ്ററിൽ നിന്ന് ഞാൻ വേറെ ആരെടുത്താലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബീറ്റ എടുത്താലും ഗാമ എടുത്താലും ആരെടുത്താലും സീറോ ആഡ് ചെയ്താൽ, സീറോ വെക്റ്റർ ആഡ് ചെയ്താൽ നമുക്ക് അയാളെ തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ തേർഡ് പ്രോപ്പർട്ടി വരുന്നത്. ഇനി അടുത്തത് ആൽഫ പ്ലസ് നെഗറ്റീവ് ആൽഫ ഈസ് ഈക്വൽ ടു 0. ഇതും നമ്മൾ നോർമൽ അഡീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 പ്ലസ് നെഗറ്റീവ് 2 എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 0 ആണ്. അതേപോലെ ഒരു വെക്റ്റർ, ഇവിടെ നമ്മൾ 2 അല്ല എടുക്കുന്നത്, ഒരു വെക്റ്ററാണ് എടുക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0. വെറും 0 ആണ്. 0യ്ക്ക് നമ്മളൊരു പേര് കൊടുക്കും, ഇറ്റ് ഈസ് കോൾഡ് സീറോ വെക്റ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് വെക്റ്ററുകളാണ്. ഓക്കെ, 0 എന്ന് പറയുന്നത് സീറോ വെക്റ്റർ. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ ആൽഫയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ബീറ്റ എടുത്താലും ബീറ്റ പ്ലസ് നെഗറ്റീവ് ബീറ്റ എന്ത് കിട്ടും? 0 കിട്ടും. ഗാമ പ്ലസ് നെഗറ്റീവ് ഗാമ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പം എല്ലാവർക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെടുക്കുന്നു എന്നേ ഉള്ളൂ. ആൻഡ് ഇവിടെയും ഈ നെഗറ്റീവ് ആൽഫ അല്ലെങ്കിൽ നെഗറ്റീവ് ബീറ്റ അല്ലെങ്കിൽ നെഗറ്റീവ് ഗാമ ഇവരെയൊക്കെ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ്. ഓക്കെ, സോ നെഗറ്റീവ് ആൽഫേനെ നമ്മൾ ഇൻവേഴ്സ് ഓഫ് ആൽഫ, അതേപോലെ നെഗറ്റീവ് ബീറ്റേനെ നമ്മൾ ഇൻവേഴ്സ് ഓഫ് ബീറ്റ, അങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ സീറോ വെക്റ്ററിനെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ ഇൻവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 4 പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പം അഡീഷൻ, വെക്റ്റർ അഡീഷൻ്റെ കേസിൽ ഈ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. സോ വെക്റ്റേഴ്സ് സാറ്റിസ്ഫൈ ദീസ് 4 പ്രോപ്പർട്ടീസ്: കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ദേ ഹാവ് എ സീറോ വെക്റ്റർ ആൻഡ് ഓൾസോ ഇൻവേഴ്സ് എക്സിസ്റ്റ്. അടുത്ത ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ഓപ്പറേഷൻസ്, 4 റൂൾസ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 ഇൻറ്റു ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ആൽഫ ബീറ്റ ഇവരെയൊക്കെ നമ്മൾ എടുക്കുന്നത് വെക്റ്റേഴ്സ് ആയിട്ടാണ്, പി എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ്. ഇനി അതല്ലാതെ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് ആരൊക്കെയാണ്? C1 ഉണ്ട്, C2 ഉണ്ട്, വെറും C ഉണ്ട്, പിന്നെ 1 എടുത്തിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും സ്കെയിലാസ് ആണ്. സ്കെയിലാസ് എന്ന് പറയുന്നത് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരെയാണല്ലോ സ്കെയിലാസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ C1 C2 C1 എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്കെയിലാസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ വെക്റ്റേഴ്സാണ്. ഇത്രയും ഓർത്തിരുന്നിട്ട് നമുക്ക് ഈ ഒരു റൂൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 ഇൻറ്റു ആൽഫ ചെയ്താൽ ആൽഫ കിട്ടണം. വേർ 1 എന്ന് പറയുന്ന സ്കെയിലാർ ഒരു വെക്റ്റർ ആൽഫയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ വെക്റ്റർ തന്നെ ആൻസറായിട്ട് കിട്ടണം. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് വൺ, C1 C2 ഇൻറ്റു ആൽഫ ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു C2 ആൽഫ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പോലെ റിസംബ്ലൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണെന്നേ ഉള്ളൂ. 2 സ്കെയിലാസ് C1 C2 മൾട്ടിപ്ലൈ ചെയ്ത് വെക്റ്റർ ആൽഫയായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇറ്റ് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു C2 ആൽഫ. ഓക്കെ, അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്? മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട്, അഡീഷനും വന്നിട്ടുണ്ട്. 2 ഓപ്പറേഷൻസ് സെയിം ടൈം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? വെക്റ്റേഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്തു, ആൽഫ പ്ലസ് ബീറ്റ ചെയ്തു, എന്നിട്ട് സ്കെയിലർ ആയിട്ടുള്ള C വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത്? C ആൽഫ പ്ലസ് C ബീറ്റ. അതായത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും യൂഷ്വലി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതും. സെയിം സംഭവമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. C ഇൻറ്റു ആൽഫ പ്ലസ് C ഇൻറ്റു ബീറ്റ ചെയ്തു. ഓക്കെ, അതാണ് തേർഡ് വൺ. ഫോർത്ത് വണ്ണും ഇതേപോലെ സിമിലർ ആണ്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 സ്കെയിലാസ് എടുത്തിട്ടുണ്ട്, ഒരു വെക്റ്ററും എടുത്തിട്ടുണ്ട്. പ്രീവിയസ് കേസിൽ 2 വെക്റ്റേഴ്സും ഒരു സ്കെയിലാറും എടുത്തു. 2 സ്കെയിലാസും ഒരു വെക്റ്ററും എടുത്തിട്ട് ഈ സെയിം പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം C1 ആൽഫ പ്ലസ് C2 ആൽഫ. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് ഇതിനെ പറയും. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസായി. അപ്പോൾ നമ്മൾ ടോട്ടലി ഒന്ന് നോക്കുവാണെങ്കിൽ വെക്റ്റർ സ്പേസ് ഇതാണ്. വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഫീൽഡ് എഫ് ഓഫ് സ്കെയിലാസ്, സെറ്റ് വി ഓഫ് വെക്റ്റേഴ്സ്, ആൻഡ് അതിന് കുറച്ച് റൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ഉണ്ട്. വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. അതെന്തൊക്കെയാണ് ആ റൂൾസ് വരുന്നത് എന്നുള്ള 4 റൂൾസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും എന്താണെന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ഇതാണ് ഒരു വെക്റ്റർ സ്പേസ്.
അടുത്തത് നമുക്ക് വെക്റ്റർ സ്പേസിന് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. വെക്റ്റർ സ്പേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് നല്ലതായിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളാണ് എൻ ടപ്പിൾ സ്പേസ്. എന്താണ് ഈ എൻ ടപ്പിൾ സ്പേസ്? അതായത് സിമ്പിളാണ്. എൻ ടപ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ എൻ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ 5 ടപ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 5 എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു വെക്റ്റർ സ്പേസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വേണം? ഒരു ഫീൽഡ് വേണം, വി എന്ന് പറയുന്ന സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വേണം എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫീൽഡ് എഫ് ഉണ്ട്, അതേപോലെ വി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് എൻ ടപ്പിളിനെയാണ് നമ്മൾ വി ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ ഞാൻ വീണ്ടും താഴെ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ് 2 പേര് എഴുതിയിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ? ആൽഫയ്ക്കുള്ളിൽ ആരൊക്കെയുണ്ട്? x1, x2, എക്സെട്ര xn വരെയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതേപോലെ ബീറ്റയ്ക്കുള്ളിൽ y1, y2, എക്സെട്ര yn വരെയുള്ള ആൾക്കാരുണ്ട്. അതായത് n എലമെൻറ്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എൻ ടപ്പിൾ എന്നുള്ളത്. ഓക്കെ, n എലമെൻറ്റ്സ് ഉണ്ടാകും. ഇനി ആരാണ് ഈ x1, x2, എക്സെട്ര xn അല്ലെങ്കിൽ y1, y2, എക്സെട്ര yn? ഇവരെല്ലാവരും ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഓക്കെ, x1, x2, എക്സെട്ര xn, y1, y2, എക്സെട്ര yn. അതേപോലെ ഇനിയും ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് നമ്മളുടെ ഫീൽഡ് എഫ് എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മൾ n ആൾക്കാരെ വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ വി എന്ന് പറയുന്ന സെറ്റിലെ ആൾക്കാർ, ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ, എൻ ടപ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, വെക്റ്റർ അഡീഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഓപ്പറേഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെക്റ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആൽഫ ആൻഡ് ബീറ്റേനാണ്. അപ്പം വെക്റ്റർ അഡീഷൻ എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ചെയ്യണമല്ലോ. ഇനി ഇവിടെ എന്താണ് ആൽഫ ബീറ്റ എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ആൾക്കാരെ തമ്മിൽ ആഡ് ചെയ്യാം, x1 + y1 ചെയ്യാം. രണ്ടാമത്തെ ആൾക്കാരെ തമ്മിൽ ആഡ് ചെയ്യാം, x2 + y2 ചെയ്യാം. അങ്ങനെ ഓരോ പെയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ലാസ്റ്റ് xn + yn ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്കെയിലാർ സി വേണമല്ലോ. അപ്പം ഞാനൊരു സ്കെയിലാർ സി എടുത്തു, എന്നിട്ട് വെക്റ്ററുമായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ എന്താണെന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ആൽഫയിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഈ സ്കെയിലാറായിട്ടുള്ള സി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. cx1, cx2, എക്സെട്ര cxn. അതിൽ n ആൾക്കാരെയും സി എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് വെക്റ്റർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓർക്കേണ്ടത് എൻ ടപ്പിൾ സ്പേസ്. ഈ എൻ ടപ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത് FN എന്നാണ്, f⁻n, എൻ ടപ്പിൾ സ്പേസ്. f⁵5 എന്ന് പറഞ്ഞാൽ 5 ടപ്പിൾ സ്പേസ്. അപ്പോൾ അവിടെ 5 പേരുണ്ടാകും, x1, x2, x3, x4, x5. ഇങ്ങനെ 5 പേരടങ്ങുന്നതായിരിക്കും 5 ടപ്പിൾ സ്പേസ്. ഇനി 10 ടപ്പിൾ സ്പേസ് എന്ന് പറയുമ്പം f10 എന്ന് എഴുതും. ഓക്കെ, അവിടെ x1 തൊട്ട് x10 വരെയുള്ള ആൾക്കാരുണ്ടാകും. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജനറലി FN എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മൾ എടുക്കുന്ന ആൾക്കാർ, x1, x2 എടുക്കുന്ന ആൾക്കാർ എവിടെ നിന്ന് വരുന്നതാണ്? ഫീൽഡിൽ നിന്ന് വരുന്നതാണ്. ഫീൽഡ് നമ്മുടെ ആ സ്പേസിലുള്ളതാണല്ലോ. അപ്പോൾ ഫീൽഡിൽ നിന്ന് കുറച്ച് പേരെ കടമെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പേസാണ് എൻ ടപ്പിൾ സ്പേസ്. അടുത്ത എക്സാമ്പിളാണ് സ്പേസ് ഓഫ് m/n മാട്രിസസ്. ഓക്കെ, ഈ സ്പേസിലും നമുക്കൊരു ഫീൽഡ് എഫ് ഉണ്ട്, ആൻഡ് നമ്മളെടുക്കുന്ന വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് m/n മെട്രിസസ് ആണ്. ഓക്കെ, ഈ സെറ്റ് ഓഫ് m/n മെട്രിസസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ m/n എന്ന് ഉദ്ദേശിക്കുന്നത് എനി ഓർഡർ 2/3. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ 2/3 മെട്രിസസ് എടുത്തു. അതായത് എൻ്റെ സെറ്റിൻ്റെ ഉള്ളിലുള്ളതെല്ലാവരും 2/3 മെട്രിസസ് ആണ്. ഈ ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം 2/3 മെട്രിക്സിന് എക്സാമ്പിളാണ്. 2/3 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 റോസ് ആൻഡ് 3 കോളംസ് ഉള്ള മെട്രിസസ്. അതിനെയാണ് നമ്മൾ 2/3 മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാം 2/3 മെട്രിക്സിന് എക്സാമ്പിൾ. ഇനിയും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എഴുതാം. ഈ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർക്കുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് 2/3 മെട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു കളക്ഷനാണ്, ഒരു സെറ്റാണ്. അതേപോലെ നമുക്ക് ഏത് ഓർഡർ 2/3 എന്ന് പറയുന്നത് പോലെ എനിക്ക് വേണമെങ്കിൽ 3/4 മെട്രിക്സിൻ്റെ കളക്ഷൻ ഉണ്ടാക്കാം, 4/5 മെട്രിക്സിൻ്റെ കളക്ഷൻ ഉണ്ടാക്കാം. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഓർഡറിലെ മെട്രിസസ് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്ന സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ്
സ്പേസ് ഓഫ് എം ബൈ എൻ മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് റേസ് ടു എം ബൈ എൻ. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് മെട്രിസസിനെ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്കെയിലാറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. രണ്ട് മെട്രിസസ്, ഒരേ ഓർഡറുള്ള രണ്ട് മെട്രിസസിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് ആൻസറായിട്ട് അതേ സെയിം ഓർഡറുള്ള ഒരു മെട്രിക്സ് തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് മെട്രിസസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. യൂഷ്വലി നമ്മൾ എങ്ങനെ അഡീഷൻ ചെയ്യുന്നത്, മെട്രിക്സ് അഡീഷൻ ചെയ്യുന്നത്, ഒരേ എലമെൻറ്റ്സ് ഇപ്പം 1ഉം 3ഉം ആഡ് ചെയ്യും. 1 + 3 ദാറ്റ് ഈസ് 4, ദെൻ 0 + 0 0, 3 + 6 9, 5 + -1 4, 6 + 3 9, 2 + 2 4. ആഡ് ചെയ്തു, എനിക്ക് കിട്ടിയ ആൻസറും എന്താണ്, ഒരു 2/3 മെട്രിക്സ് ആണ്. ഡയറക്റ്റ് നമ്മൾ ആഡ് ചെയ്തു, നമുക്ക് കിട്ടുന്ന ആൻസറും എന്താണ്, ഒരു m/n മെട്രിക്സ്, ഒരു 2/3 മെട്രിക്സ് തന്നെയാണ്. സിമ്പിൾ അഡീഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ, ഇപ്പോൾ ഈ ഒരു മെട്രിക്സ് നോക്കുക. ഇവിടെ ഞാൻ -1 എന്ന് പറയുന്ന ഒരു സ്കെയിലാർ, ഇതൊരു സ്കെയിലാർ എടുത്തു. ഈ സ്കെയിലാർ -1 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഈ സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0 × -1 0, -1 × 2 -2, -5 × -1 5. അങ്ങനെ നമ്മൾ ഓരോ എലമെൻറ്റിനെയും ഈ -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും എന്ത് തന്നെയാണ്, ഒരു 2/3 മെട്രിക്സ് തന്നെയാണ്. നമ്മൾ എന്താ ചെയ്തത്, ഓരോ എലമെൻറ്റിനെയും ഈ സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമ്മളുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അപ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ എലമെൻറ്റ്സിനെയും ഓരോ മെട്രിക്സസിനെയും ആഡ് ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴും അതിലെ ഓരോ എലമെൻറ്റ്സിനെയും നമ്മൾ ആ സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സിമ്പിളായിട്ട്. അപ്പം ഈ ഒരു അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നടക്കുന്ന ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ സ്പേസ് ഓഫ് m/n മെട്രിസസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ ഓഫ് വെക്റ്റർ സ്പേസ്. അടുത്ത് നമുക്കൊരു ചെറിയൊരു ഡെഫിനിഷൻ നോക്കാം. ലീനിയർ കോമ്പിനേഷൻ വളരെ എളുപ്പമാണ്. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാനായിട്ട് ഞാൻ V എന്ന് പറയുന്നതിൻ്റെ സെറ്റിൽ നിന്നും ഞാൻ α1 α2 എക്സെട്രാ αn ആൾക്കാർ എടുക്കുകയാണ്. ഓക്കെ, അതേപോലെ F എന്ന് പറഞ്ഞിട്ടുള്ള സ്കെയിലാർ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ C1 C2 എക്സെട്രാ Cn എന്ന് പറയുന്ന ആൾക്കാർ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ വെക്റ്റേഴ്സിലുള്ള ഒരാൾ ബീറ്റ, വേറൊരാൾ ബീറ്റ എടുത്തു. ഓക്കെ, വെക്റ്റേഴ്സിൽ ഇഷ്ടംപോലെ വെക്റ്റേഴ്സ് ഉണ്ട്, അതിൽ ബീറ്റേനെ എടുത്തു. ഓക്കെ, അതിനകത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ബീറ്റേനെ ഞാൻ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്റ്റേഴ്സ് ആൻഡ് സ്കെയിലാർസ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. ബീറ്റ ഈസ് ഈക്വൽ ടു C1 α1 + C2 α2 + എക്സെട്രാ എക്സെട്രാ + Cn α n. ഞാനെന്താ ചെയ്തത്, മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. ഓക്കെ, അപ്പം ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. C1 α1 + C2 α2. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, α1 α2 എക്സെട്രാ αn എന്ന് പറയുന്ന വെക്റ്റേഴ്സും C1 C2 എക്സെട്രാ Cn എന്ന് പറയുന്ന സ്കെയിലാർസും എടുത്തിട്ട് അവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഇതെന്താണ്, ഒരു ലീനിയർ കോമ്പിനേഷനാണ്. ഓക്കെ, ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ബീറ്റ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബീറ്റ ഇസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്റ്റേഴ്സ് α1 α2 എക്സെട്രാ αn. സിമ്പിൾ. ഇതാണ് ലീനിയർ കോമ്പിനേഷൻ്റെ ഡെഫിനിഷൻ. സോ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷൻ കണ്ടു, പ്ലസ് എക്സാമ്പിൾസ്. വെക്റ്റർ സ്പേസിനെ പറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ 1-2 എക്സാമ്പിൾസും കൂടെ അവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ വെക്റ്റർ സ്പേസ് കണ്ടു, പിന്നെ എന്താണ് ലീനിയർ കോമ്പിനേഷൻ എന്നുകൂടെ നമ്മൾ കണ്ടു, അതിൻ്റെ ഡെഫിനിഷനും കൂടെ നമ്മൾ കണ്ടു. ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.